മാഡം, എന്താ ജ്യോതി? അയ്യോ, എന്താ നീ കാണിക്കുന്നേ? എന്താ ഇത്? ഞാൻ എങ്ങനെ നന്ദി പറയാ? മാഡത്തിന്റെ സഹായം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. മാഡം ഒരാളില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്നൊരു കള്ളിയായിട്ട് എനിക്ക് ഇറങ്ങിപ്പോവേണ്ടി വന്നേനെ. അതോടെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചേനെ. മാഡം ഒരാൾ കാരണം ഞാൻ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ. ഇതിന് ഞാൻ നിനക്ക് പ്രത്യേകമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ജ്യോതി. അല്ല മാഡം, മാഡം എനിക്ക് ചെയ്ത സഹായത്തിന് ഞാൻ എന്നും കടപ്പെട്ടവളായിരിക്കും. ഇത്രയും കാലം ഞാനിവിടെ പണിയെടുത്തിട്ടും ഒറ്റയടിക്ക് എല്ലാവരും എന്നെ സംശയിച്ചു. അതെനിക്ക് ഒരിക്കലും സഹിക്കാനാവുന്നതല്ല. എന്ന് മാഡം ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്റെ സത്യസന്ധത തെളിയിക്കാനായി. ജ്യോതി, സത്യം മേഘാവൃതമായ സൂര്യനെ പോലെ കുറച്ചു കാലത്തേക്ക് മാത്രമേ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും ഒളിപ്പിക്കാൻ സാധിക്കൂ. പക്ഷേ കാർമേഘങ്ങൾ കുറച്ചു കഴിയുമ്പോൾ അകന്നു പോവും. കള്ളത്തരങ്ങളും അതുപോലെയാ. എന്നായാലും സത്യം പുറത്തു വന്നേ തീരൂ. ജ്യോതി, നീ ചെന്ന് ജോലി തുടങ്ങ്. കാണാൻ വളരെ ഇന്നസെന്റ് ആണെങ്കിലും നീ വലിയ ആത്മവിശ്വാസത്തിന്റെ ആളാ. കണ്ടാ ഒന്നും അറിയാത്തൊരു മണ്ണുണ്ണിയാന്ന് തോന്നുന്നു. പക്ഷെ അതിബുദ്ധിമതിയാ. എന്റെ അമ്മോ, മിഥുൻ സാറിന് എന്തു പറ്റി? എന്നെ പ്രശംസിച്ചു കൊല്ലാൻ പോവാ? മറ്റുള്ളവർക്ക് ഊരാക്കുടുക്കായി തോന്നുന്ന പ്രശ്നങ്ങൾ എത്ര ഈസി ആയിട്ടാ നീ ഊരിയെടുക്കുന്നേ. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള മനസ്സ് വേണം. അങ്ങനെയാവുമ്പോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും കിട്ടും. ഞാനിപ്പോ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശരിയാ. പ്രശ്നപരിഹാരം എന്ന പേരിൽ മറ്റുള്ളവർ വാദപ്രതിവാദം നടത്തിയപ്പോ നീ അവിടെ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് അന്വേഷിച്ചു പോയി. അതിന് സമയോചിതമായ ബുദ്ധി വേണം. അതെല്ലാം നിന്റെ അകത്തുള്ളതുകൊണ്ടല്ലേ കൃത്യസമയത്ത് ആ കള്ളനെ പിടിക്കാൻ കഴിഞ്ഞത്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു മേഘന. ആള് ഇന്റലിജന്റാ. ഞാൻ ഇന്റലിജന്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മിഥുനേട്ടൻ ആകെ കൺഫ്യൂസ്ഡ് ആണല്ലോ. ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? പിന്നല്ലാതെ എന്താ മിഥുനേട്ടാ, എന്ന് ഏത് ഡ്രസ്സാണ് ഇടേണ്ടെന്ന് പോലും മിഥുനേട്ടന് ഒരു പിടുത്തവുമില്ല. ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അലമാരയിലുള്ള ഡ്രസ്സെല്ലാം ദേ ഇതുപോലെ എടുത്ത് പരത്തിയിടും. ഏത് ഡ്രസ്സാ ഇടേണ്ടെന്ന് പോലും തീരുമാനിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാട്ടാ? അത് നീ പറയുന്നത് ശരിയാണ് മേഘനെ. ഈ കൺമുമ്പിൽ ഇത്രയും ഡ്രസ്സസ് ഒന്നിച്ച് കാണുമ്പോ ഏതാ എടുക്കണ്ടേന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുള്ള സത്യ. ഇതിൽ കൺഫ്യൂഷൻ ആവാൻ എന്താ? എല്ലാം ഏട്ടൻ്റെത് തന്നെയല്ലേ. കൈ കിട്ടുന്നത് എടുത്ത് അന്നത്തെ ഡ്രസ് ആക്കണം. പക്ഷേ ഞാനിങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. അതിരിക്കട്ടെ, എനിക്കൊരു സംശയം. ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ നിനക്കൊരിക്കലും ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല? ഏതൊരു കാര്യവും നമ്മുടെ ചിന്താഗതിയും നമ്മൾ ചെറുപ്പം മുതൽ ശീലിച്ചിട്ടുള്ളതും ആസ്പദമാക്കിയാണ്. എന്നുവെച്ചാ നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെയാ തുടങ്ങാറ്? ആദ്യം സാമ്പാറോ അല്ലെങ്കിൽ പരിപ്പ് കറിയോ എടുക്കും, കൂടെ തോരനും, പിന്നെ മോര് കറിയും പപ്പടവും എടുക്കും, അവസാനം അടപ്രഥമനും പഴവും. ആരും തുടക്കത്തിൽ തന്നെ അടപ്രഥമനും പഴവും അല്ലല്ലോ കഴിക്കാറുള്ളത്. അതിലാർക്കും ഇതുവരെ ഒരു കൺഫ്യൂഷനും ഉണ്ടായിട്ടില്ലല്ലോ. ഇതും അതുപോലൊക്കെ തന്നെയാ. എല്ലാം നമ്മൾ ശീലിക്കുന്നത് പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. ഇത് തന്നെയാ ഞാൻ പറഞ്ഞ. ലോകത്തിലെ ഏതൊരു കാര്യത്തിനും നിന്റെ അടുത്തൊരു മറുപടി ഉണ്ടായിരിക്കും മേഘനെ. ഹലോ, അതെയോ? ശരിയെന്നാ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നേക്കാം. മേഘനെ, ഒരു അർജന്റ് കാര്യമുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം.
മേഘനെ, എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. നിന്നെ കാണാതിരുന്ന ഇത്രയും കാലം കൊണ്ട് നിന്നോടുള്ള കൊതി പൂർവാധിക ശക്തിയോടെ കൂടിയിരിക്കുക. എന്ത് വന്നാലും നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. ഈ പട്ടി എന്തിനാ എന്നെ തന്നെ നോക്കുന്ന? പട്ടി ഗ്യാസ് മാഡം. കോളിംഗ് ബെൽ അടിക്കാതെ അകത്തേക്ക് ഇങ്ങ് നേരെ കയറി വന്നേക്കാ. എന്റെ അമ്മോ, ഈ പട്ടിക്കാട്ടിലെ പിശാചിന്റെ തലയ്ക്കകത്ത് മൊത്തം ബുദ്ധിയാണെന്ന് തോന്നുന്നല്ലോ. ചോദിച്ചത് കേട്ടില്ലേ? ബെല്ലടിക്കാതെ കയറി പോകുന്നത് എന്തിനാന്ന്? വാതിൽ തുറന്നിരുന്നോണ്ട് നേരെ കയറി പോന്നതാ മാഡം. ആ പോട്ടെ, സാരല്ല. സിലിണ്ടർ മൂലയ്ക്ക് മാറ്റി വെച്ചേക്ക്. ഓക്കെ മാഡം. എന്താണ് പട്ടി? അവൻ കുറെ നേരമല്ലേ എന്നെ നോക്കാൻ തുടങ്ങിയിട്ട്. ഇനി അങ്ങനെ ചാടി വീണ് കടിച്ചു കളയോ? മാഡം, കാശ് തന്നില്ല. നിക്കിപ്പോ കൊണ്ടുവരാം. കാശ് വാങ്ങിച്ചോ. എന്താ കാശ് വാങ്ങാതെ ആലോചിച്ച് നിൽക്കുന്നേ? കാശ് വാങ്ങിക്കേ. ഞാൻ പോട്ടെ മാഡം. ലുട്ടാപ്പി, കുറയ്ക്കണ്ട, അയാള് പോട്ടെ. മിണ്ടാതിരുന്നേ. ഇതെന്താ അയാളെ വിടാതെ ലുട്ടാപ്പി കുരയ്ക്കുന്നേ? ഡോഗ്സിന് ആരെങ്കിലും കാണുമ്പോ ഡിഫറൻറ്റ് സെൻസ് തോന്നുമ്പോഴാ ഇങ്ങനെ കുറച്ചുകൊണ്ട് മാറാതെ നിൽക്ക. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ പെർട്ടിക്കുലർ ആയിട്ട് ലുട്ടാപ്പി എന്തിനാ ഇയാളെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വിടാത്തത്? അതാടി എനിക്കും ഇപ്പൊ മനസ്സിലാവാത്തെ. അവനേതോ കള്ളനെ കണ്ട പോലെയാണല്ലോ കുരയ്ക്കുന്നേ. എന്തോ ഒരു പന്തികേടുണ്ട്. നിന്റെ ഈ ഗെറ്റപ്പ് ഒന്നും അവന് ബോധിച്ചിട്ടില്ല. അതാ ഇങ്ങനെ കുരയ്ക്കുന്നേ. പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക്. ശരി ചേച്ചി. മോളെ മേഘനെ, നീ ഈ ലുട്ടാപ്പി പിടിച്ചോണ്ട് പോയേ. ലുട്ടാപ്പി, വന്നി 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 വന്നി. അവൻ ഇതിനു മുമ്പ് വല്ല മോഷണം നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാവും ലുട്ടാപ്പി അവനെ വിടാതെ പിടിച്ചു വെച്ചത്. പാവം, ലുട്ടാപ്പി കുറച്ചതിന് അവനെ കള്ളനാക്കിയല്ലേ? ആർക്കറിയാം, നമ്മള് കണ്ടില്ലല്ലോ. വിവേക് ഓഫീസിലേക്ക് വരുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നോളാം ഏട്ടാ. ഈയിടെയായിട്ട് മടി നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. കുറച്ച് നാളൂടെ കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും. ശരിയെന്നാ, ഞാനൊന്ന് ഓഫീസിലേക്ക് പോവാ. മേഘനെ ബൈ.
ലുട്ടാപ്പി, ഒരു 5 മിനിറ്റ് ഞാൻ നിനക്ക് ഇപ്പൊ ഭക്ഷണം എടുത്തുതരാം. ലുട്ടാപ്പി, ഞാൻ പറയുന്നത് കേൾക്കുന്നത് നീ എന്തെന്നോ? ചക്കരക്കട്ടി, എന്റെ പഞ്ചാരപ്പാൽ മിഠായി, ഇത് ഞാനാ, ജഗദീഷ്. ആളില്ല, പക്ഷെ ലെറ്റർ മാത്രം എങ്ങനെ ഇവിടെ എത്തിയെന്നായിരിക്കും നീ ഇപ്പൊ ചിന്തിക്കുന്നത്. ഞാൻ തന്നെയാടി ചക്കര അതിപ്പോ അവിടെ വെച്ചത്. ഇപ്പൊ ഗ്യാസ് ഡെലിവറി ചെയ്യാൻ വന്നത് വേറെ ആരും ആയിരുന്നില്ല, ഞാൻ തന്നെ ആയിരുന്നില്ല. എത്ര വട്ടം വിളിച്ചു, ഒന്നെടുത്ത് സംസാരിക്കാൻ തോന്നിയില്ലല്ലോ നിനക്ക്. അതുകൊണ്ടാ നേരെ കയറി വന്ന് നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കളയാന്ന് കരുതിയത്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്ന് കരുതി സമാധാനിക്കണ്ട. നീ എനിക്ക് ഫോൺ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ ഭർത്താവിന് നേരെ വരുന്ന അപകടം എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ലല്ലോ. അപകടമാണെന്ന് അറിയുമ്പോ ആ നിമിഷം നീ നിന്റെ പത്തി മടക്കുമെന്ന് എനിക്ക് അറിയായിരുന്നടി മേഘനെ. എന്റെ കോൾസ് കട്ട് ചെയ്യുന്നു, ആ രീതി ശരിയാവില്ലല്ലോ. ഇപ്പൊ കണ്ടോ നീ എന്നെ വിളിക്കുന്നത്? അതാണ് ഈ ജഗദീഷിന്റെ ബുദ്ധി. ഹലോ ഹലോ ജഗദീഷേ, നീ എന്റെ ഭർത്താവിന് എന്താ ചെയ്യാൻ പോകുന്നേ? മിഥുനേട്ടന് എന്ത് അപകടം ഉണ്ടാവാൻ പോകുന്നേ? അയ്യോ എന്റെ ചക്കരെ, നീ വിഷമിക്കണോ മോളെ? ഞാൻ കോള് ചെയ്തപ്പോ തന്നെ നീ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും ഉണ്ടാവുമായിരുന്നു. നീ എന്തിനാ പതിവ്രത കളിച്ചേ? അതുകൊണ്ടല്ലേടി ചക്കരെ ഇന്നെനിക്ക് ഇത്രയും വലിയ കടുങ്കൈ ചെയ്യേണ്ടി വന്നേ. അങ്ങനെ എന്താ നീ ഒപ്പിച്ചേ? ചക്കര മോള് എന്റെ കോൾസ് എടുത്തില്ലല്ലോ. അപ്പോഴെനിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യം തോന്നി. ദേഷ്യം വന്ന് എനിക്ക് കണ്ണു കാണൂ, കാറിന്റെ ബ്രേക്ക് കേബിൾ ഇങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ആരുടെ കാറിന്റെ ആന്ന് ചോദിക്ക്. നിന്റെ ഭർത്താവ് മിഥുൻ നന്ദന്റെ കാറിന്റെ. അവന്റെ കാലൊടിഞ്ഞോ വായില് മണ്ണിട്ടോ ഒന്നും അറിഞ്ഞൂടാ. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ നീ എന്റെ ഭർത്താവിനെ ദ്രോഹിച്ചത് എന്തിനാ? എന്റെ മിഥുനേട്ടന് വലുതും പറ്റിയുണ്ടല്ലോ. നീ സമയം വൈകിക്കും തോറും അവന്റെ ജീവൻ അപകടത്തിലാ. കാറ്റത്തുലഞ്ഞാടുന്ന ദീപം പോലെ ഏത് നിമിഷവും അത് അണഞ്ഞിരിക്കും. പെട്ടെന്ന് ചെല്ല ചക്കരെ, അവനെ രക്ഷിക്കാൻ നോക്കും. പിന്നൊരു കാര്യം കൂടി, എന്റെ കോൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ച ഇനി അങ്ങോട്ട് ഇതിനേക്കാളും വലിയ അപകടങ്ങൾ ഉണ്ടാവും. സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. ഹലോ 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 മിഥുനേട്ടാ, ഞാൻ മേഘനയാണ്. ആ പറഞ്ഞ മേഘനെ. ഏട്ടനൊന്ന് പെട്ടെന്ന് ആ കാറ് നിർത്തിക്കേ. എന്തു പറ്റി മേഘനെ? കാറ് നിർത്തി, ഞാൻ പറയാം. മിഥുനേട്ടാ, കാറ് നിർത്തിയോ ഏട്ടാ? ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നില്ല മേഘനെ. ഏട്ടൻ ലൈവ് ലൊക്കേഷൻ ഒന്ന് അയച്ചു തരുമോ? അതെന്തിനാ? പറയാം.
ഭാർഗവ പണിക്കര് വീണ്ടും വിളിക്കുന്നത് എന്തിനാണാവോ? ഹലോ. അരുണമേ, അപകടം മിഥുനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏതോ ഒരു രൂപത്തിൽ മിഥുനെ വിഴുങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. മിഥുൻ എവിടെയാണ് അരുണമേ? എവിടെയാന്ന് ഞാനൊന്ന് നോക്കട്ടെ പണിക്കരെ. മിഥുൻ, 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 മിഥുൻ. ഏട്ടതെ ഇപ്പൊ ഓഫീസിലേക്ക് പോയുള്ളൂ ഇല്ലമ്മേ? ഓയോ, ഭാർഗവ പണിക്കരെ മിഥുൻ വീട്ടിലില്ലാന്നാ തോന്നുന്നത്. അരുണമേ, അപകടം മിഥുന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അനാസ്ഥയോ അശ്രദ്ധയോ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. മിഥുനെയും മേഘനയും അല്പനേരത്തേക്ക് പോലും അകറ്റരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. എല്ലാം മറന്നുപോയല്ലേ? ആദ്യം മേഘന എവിടെയാണെന്ന് നോക്ക്. ഉടനെ മിഥുന്റെ അടുത്തേക്ക് പറഞ്ഞേക്ക്. മേഘനേ, 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 മേഘനേ. മേഘന എവിടെ സഞ്ജു? കുറച്ചുനേരം മുന്നേ വരെ ഏട്ടത്തി വീട്ടിലുണ്ടായിരുന്നല്ലോ. മേഘന എവിടെയാണെന്ന് ആരെങ്കിലും ഒന്ന് നോക്കിക്കേ. എവിടെ അവള്? കണ്ടോ അവളെ? എല്ലായിടത്തും നോക്കി, ഒരിടത്തും കാണുന്നില്ല വില്ലമ്മേ. വല്യമ്മേ, മേഘനടുത്ത് വീട്ടിലില്ലാട്ടോ. എവിടെയും കാണുന്നില്ല ചേച്ചി. ജേട്ടാ, ഞാനും നോക്കി, ഒരിടത്തും കാണുന്നില്ല. ചേട്ടാ, ഫോൺ ഓഫായി പോയല്ലോ. ഏട്ടന്റെ ഫോൺ ഓഫായെന്ന് തോന്നുന്നു. ഏട്ടന്റെ ലൈവ് ലൊക്കേഷൻ എനിക്ക് കിട്ടുന്നില്ല. ഈ നഗരത്തിൽ എവിടെയാന്ന് കരുതിയിട്ടാ തപ്പ്. വിവേക്, നീ മിഥുനെ ഒന്ന് വിളിച്ചു നോക്കിക്കടാ. വല്യമ്മ, ഏട്ടന്റെ ഫോൺ ഓഫാണെന്നാ പറയുന്നത്. അയ്യോ, ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. മിഥുൻ എവിടെയാണെന്ന് ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കേ. എന്റെ കാലും കൈയും ഒക്കെ വിറക്കെ ചെയ്യട്ടോ. എന്ത് ചെയ്യണതൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അത് മിഥുനേട്ടന്റെ കാറല്ലേ?
മിഥുനേട്ടാ മിഥുനേട്ടാ ഏട്ടനൊന്നും പറ്റില്ലല്ലോ? ഒന്നും പറ്റിയില്ല മേഘനെ. എത്രമാത്രം പേടിച്ചെന്നറിയോ ഞാൻ. എന്നിട്ട് നീ എന്നെ രക്ഷിക്കാൻ ഇവിടം വരെ ഓടിയെത്തിയില്ലേ? നിനക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടുന്നേ? ഏട്ടന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞ ശേഷം എനിക്ക് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റൂ ഏട്ടാ? അല്ല മേഘനെ, ഞാൻ അപകടത്തിലാന്നുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞേ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഉത്തരം പറയാൻ എന്തിനാ ആലോചിക്കുന്നേ? എന്റെ കാറിന്റെ ബ്രേക്ക് പോയത് നീ എങ്ങനെ അറിഞ്ഞേ? ഇതെല്ലാം ചെയ്തത് ആ ജഗദീഷാണ് ഏട്ടാ. ഇന്നിവിടെ എന്റെ കല്യാണം നടക്കുക. ഇതിന്റെ പേര് കല്യാണം എന്നല്ല. മേഘനയും ഞാനും തമ്മിൽ എപ്പോഴോ നിശ്ചയിച്ചുറപ്പിച്ചതാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് സാർ. ജഗദീഷോ? അതെ മിഥുനേട്ടാ.